ആരാണ് ഒരു പുരോഹിതൻ? ദ വൺ ഹു വാക്ക്ഡ് ഇൻ ടു ദ ട്രബിൾഡ് വാട്ടർ ഫസ്റ്റ്. ജോർദാൻ നദിയിലേക്ക് തൻ്റെ കാലുകൾ ഉറപ്പിച്ചു ചവിട്ടി ജനത്തിനു മുൻപായി നടക്കുന്ന അഹ്റോൻ എന്ന മഹാപുരോഹിതൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. ആ ദർശനത്തിൻ്റെ തുടർച്ചയിൽ താൻ കണ്ടുമുട്ടുന്ന മനുഷ്യാനുഭവങ്ങളെ ആർദ്രസ്നേഹത്തിൻ്റെ തണലിൽ ചേർത്തു നിർത്തുന്ന ദൈവത്തിൻ്റെ പുരോഹിതനാണ് മാർ ബർണബാസ്. ദൈവസ്നേഹത്തിൻ്റെ നിർമ്മലഭാവമായി, ആചാര്യശോഭയുടെ നിറചൈതന്യമായി, സ്വരലയങ്ങളുടെ ഇടയഭാവമായി അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വൈദിക ജീവിതത്തിൽ ഇടയ ശുശ്രൂഷയുടെ അരനൂറ്റാണ്ട് കാലത്തിൻ്റെ ധന്യനിമിഷം. 1976 മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വൈദികനായ ദിവ്യശ്രീ ജോസഫ് ജേക്കബ് കശീശ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ മലബാറിൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങി. ചെങ്ങരോത്ത് എന്ന ഗ്രാമത്തിൻ്റെ ഇടയനായി ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ജോസുകുട്ടിയച്ചൻ മലബാറിൻ്റെ നന്മയുടെ മണ്ണിൽ നിന്നാണ് രൂപപ്പെടുന്നത്. പല ദേശങ്ങളിൽ പല കാലങ്ങളിൽ ഇടങ്ങളെയും മനസ്സുകളെയും തൻ്റെ ഇടയ പരിപാലനയുടെ നൈർമല്യത്തിലും സ്നേഹത്തിലും തൊട്ടറിഞ്ഞ ഈ വൈദിക ശ്രേഷ്ഠനെ കാരുണ്യവാനായ ദൈവം തൻ്റെ തൃക്കരങ്ങൾ നീട്ടി തിരുസഭയുടെ മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിച്ചു. ചെങ്ങന്നൂർ തുമ്പമൺ, കുന്നംകുളം മലബാർ, ഡൽഹി മുംബൈ, അടൂർ, മലേഷ്യ സിംഗപ്പൂർ, ഓസ്ട്രേലിയ ന്യൂസിലൻഡ്, തിരുവനന്തപുരം കൊല്ലം, കൊട്ടാരക്കര പുനലൂർ എന്നീ ഭദ്രാസനങ്ങളിലായി ശോഭിച്ച മേൽപ്പെട്ട ശുശ്രൂഷ ഇന്ന് മലയോരമണ്ണായ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെത്തി നിൽക്കുന്നു. തിരുമേനിയുടെ ഇടയജീവിതം സാഹോദര്യത്തിൻ്റെയും സ്വാഭാവികതയുടെയും സഹാനുഭൂതിയുടെയും സൗഹൃദത്തിൻ്റെയും അടയാളപ്പെടുത്തലുകളാണ്. തനിക്കു ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ഭാരങ്ങളില്ലാതെ പകരപ്പെടുവാൻ കൃപ ലഭിച്ച ആചാര്യൻ മലയാളക്കരയ്ക്ക് എന്നും അനുഗ്രഹകരമായ സൗമ്യ സാന്നിധ്യത്തിൻ്റെ നിറവാണ്. പൗരോഹിത്യ സുവർണ ജൂബിലി നിറവിൽ ആയിരിക്കുന്ന തിരുമേനിയുടെ വ്യക്തിത്വവും ജീവിതവും ദർശനവും സാക്ഷ്യപ്പെടുത്തുന്നതിനായി റാന്നി നിലയ്ക്കൽ ഭദ്രാസനമൊരുക്കുന്ന സ്നേഹസദസ്സാണ് സ്നേഹാഗമം എന്ന ഈ കൂട്ടായ്മ. ഹൈന്ദവ, ഇസ്ലാം, ക്രൈസ്തവ വേദഗ്രന്ഥങ്ങൾ വിഭാവന ചെയ്യുന്ന മതാതീത മാനവികതയ്ക്കായുള്ള പ്രാർത്ഥനയും അന്വേഷണവുമാണ് ഈ സ്നേഹസദസ്സിൻ്റെ ലക്ഷ്യം. മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ ഒത്തുചേരുന്ന ഈ കൂടിവരവ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് അഭിവന്യ തിരുമേനി നൽകുന്ന കൃതജ്ഞതയുടെ ബലിയാണ്. ഈ ആചാര്യൻ്റെ ജീവിതത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും അടയാളമായി ഇത് പ്രകാശിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വേർതിരിവുകൾക്കപ്പുറമുള്ള സ്നേഹാഗമനത്തിൻ്റെ ഈ സ്നേഹക്കൂടാരം ആദരപൂർവം സമർപ്പിക്കുന്നു. വരിക, നമുക്കൊന്നിച്ച് ഒരു വർത്തമാനം പറയാം.